ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇപ്പൊ ഗുണ്ടാപ്പട അവിടെ കേന്ദ്രീകരിച്ചു എന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ്? ശ്രീ വി വസീഫ്, CPM-വുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണല്ലോ അല്ലെ? ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട. അപ്പൊ ഈ ഗുണ്ടാപ്പട ആരാണ്? ഇനി അവിടെ പോലീസ് സുരക്ഷ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ട്. ഈ പോലീസ് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ഒരു കൗൺസിലർ അവിടെ വരുന്നു. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. കോൺഗ്രസുകാർ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പോലീസ് തടയണ്ടേ? അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ കയറി പോകണം എന്നുള്ളതാണ് അവരുടെ താല്പര്യമെങ്കിൽ അതിന് സൗകര്യമൊരുക്കണ്ടേ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ അതിനിടയ്ക്കുള്ള ബലാബലത്തിന്റെ ഉത്തരവാദിയും ക്രമസമാധാന പ്രശ്നത്തിന്റെ ഉത്തരവാദിയും ആരാണ്? ശ്രീ വി വസീഫ്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. പോലീസും അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ അവിടെ ഉണ്ട്. ഈ മഹദി കാറിൽ കയറിപ്പോയി, അതും അവരുടെ ചെയർപേഴ്സന്റെ കാറിലല്ലേ കയറിപ്പോയത്. അവിടെ ഈ ഇപ്പൊ പോലീസുള്ളിടത്തും പട്ടാളുള്ളിടത്തും ഒക്കെ അക്രമവും പിന്നെ ഇതുപോലെയുള്ള സംഘർഷമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് കോൺഗ്രസ്സുകാർ സംഘടിച്ചു വന്ന് വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കി വലിയ കുഴപ്പമുണ്ടാക്കിയതാ. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. പിന്നെ ഞങ്ങളുടെ 4 പേരെ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു, ശരിയല്ലേ? അത് പോലീസ് ഇവർ കൊടുത്ത പരാതിക്കനുസരിച്ച് നടപടിയെടുത്തതാ. അത് സ്വാഭാവികം. അത് എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. നാളെ ഞങ്ങൾ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യും, ഞങ്ങൾ കോടതിയിൽ വാദിക്കും, ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറയും, എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി വരും. പക്ഷെ ഇവിടെ അതൊന്നും അല്ല മാധു. ഒരു ജനാധിപത്യത്തെ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. പണാധിപത്യം കൊണ്ട് നേരിടുന്ന ഇന്ത്യയിലെ സംഘപരിവാരത്തിന് പഠിക്കുന്ന രീതിയിലേക്ക് ഈ മാത്യു കോയൽനാടന്റെയും അനൂപിന്റെയും ഷിയാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഈ നാടിനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ? അതൊന്നും അങ്ങനെ അംഗീകരിച്ച് ഇവരുടെ മുമ്പിലൊന്നും ഓച്ചാനിച്ച് നിൽക്കാനൊന്നും ഈ കേരളത്തിന്റെ ജനാധിപത്യ ഭൂമികയിലെ ഈ കേരളത്തിന് മനസ്സില്ല എന്ന് തന്നെ പറയാനുള്ളത്. ഭയങ്കരം തന്നെ. ശ്രീ വി വസീഫ്, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്ന ഒരു കൗൺസിലർ അവിടെ വരുന്നു. നിങ്ങളുടെ കൗൺസിലറാണ്, നിങ്ങളുടെ വിപ്പ് അനുസരിച്ച്, നിങ്ങളുടെ പാർലമെന്റ് സമിതി അനുസരിച്ച് ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അനുസരിച്ച് അവർ അത് കൈക്കൊള്ളാൻ തയ്യാറല്ല. അവിടെ വരുന്നു. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത് രാജിവെച്ചിട്ട് വേണ്ടേ രാജിവെക്കാതെയോ അവിടെ എത്തുന്നു. ഈ അനൂപ് ജേക്കബ് ഇതിന് പ്രതിയാണ്. അനൂപ് ജേക്കബിനെതിരെ ആക്ഷേപമുണ്ട്. CPM-ന്റെ ഏരിയ കമ്മിറ്റി കൊടുത്ത പരാതിയുണ്ട്. അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിജയ ശിവൻ എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർപേഴ്സണെതിരെ നടത്തിയ ആക്രമത്തിലെ പ്രതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. MLA അതിനൊന്നും ഇല്ലേ? എന്നിട്ട് എന്റെ മണ്ഡലത്തിൽ ഒരു പ്രശ്നമുണ്ടാകും. എന്തൊക്കെ പ്രശ്നത്തിൽ ഇടപെടുന്ന ആളാ. ഭയങ്കര ഇടപെടലല്ലേ ഇത്? ബോധപൂർവം ഈ കേരളത്തിലെ ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുക ഇവര്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഇവരുടെ പണവും ഇവരുടെ എന്തെങ്കിലും സ്വാധീനവും ഒക്കെ ഉപയോഗപ്പെടുത്തി ജനാധിപത്യത്തെ കളങ്കപ്പെടുത്താൻ ഇവർ ശ്രമിക്കുമ്പോ അതിനെതിരെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആഞ്ജനേയ സ്വാമി. പ്രമേയം ഇന്ന് സഭയിൽ വന്നത് ഈ അവിശ്വാസ പ്രമേയത്തിന്മേലല്ല ശ്രീ വി വസീഫ്. മുഖ്യമന്ത്രി അടക്കം അങ്ങനെ ഭാവിച്ചു. ഇത് കൂട്ടാട്ടുകുളത്തെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല ഇന്ന് സഭയിൽ വന്നത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? മുഖ്യമന്ത്രി അടക്കം അങ്ങനെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തു. നാട്ടിൽ പല തദ്ദേശ സ്ഥാപനങ്ങളിലും അവിശ്വാസ പ്രമേയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊന്നും സഭയിൽ വരാറില്ല. ഇവിടെ ഒരു കൗൺസിലർക്ക്, ഒരു വനിതാ കൗൺസിലർക്ക് നേരിടേണ്ടി വന്ന അധിക്ഷേപവും അപമാനവുമാണ് ഇവർ ഉന്നയിച്ചത്. അതിൽ എന്ത് ചർച്ച നടന്നു? അതുകൊണ്ടല്ലേ പ്രതിപക്ഷം അത് കൗരവ സഭയാണോ എന്ന് ചോദിക്കേണ്ടി വന്നത്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കഴിഞ്ഞോ മധു? ഞാൻ ചോദിച്ചോണ്ടിരുന്നപ്പോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ വസീഫിന്റെ ഭാഗത്തുനിന്ന്? മധു, ഇല്ല, ഞാൻ കഴിയാതെയാണ് നിങ്ങൾ ഇടപെട്ടത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇവിടെ വളരെ കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിൽ അനൂപ് ജേക്കബ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിൽ VD സതീശൻ ഉണ്ട്. ആ സ്ക്രിപ്റ്റാണ് ഇവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ അടിച്ചു മാറ്റിയതാ. ഈ സഭ തുടങ്ങും, ഇതിന്റെ മുന്നോടി ഇങ്ങനെ സംഭവങ്ങളുണ്ട്, ഇവിടെ ഉന്നയിക്കണം എന്നൊക്കെയുള്ള ഇവരുടെ ആലോചന തന്നെയാണ് ഇവിടെ നടന്നത്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ലോക പരാജയം. എന്തൊരു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങ് വാതോരാതെ സംസാരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാവുമല്ലേ VD സതീശൻ. ഭയങ്കര നേതാവാ. ഈ സിമി റോസ്ബെൽ ആരാ? നിങ്ങൾ ചർച്ച ചെയ്തിരുന്നോ? ആർക്കെതിരെയാ പരാതി? ആർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത്?
ഏത് ഫോണിലെടുത്ത് നിങ്ങളുടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ആരാ സിമി റോസ്ബെൽ? ഈ VD സതീശന്റെ കോക്കസിനെതിരെ വലിയ രീതിയിൽ ആക്ഷേപം ഉന്നയിച്ച കോൺഗ്രസിന്റെ നേതാവാ, വനിതാ നേതാവായിരുന്നു. എന്നിട്ട് അങ്ങനെ എന്തൊക്കെയുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ ഈ പരാതി, കോൺഗ്രസിനെതിരെയുള്ള, കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയുള്ള കോൺഗ്രസുകാരുടെ പരാതി? കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. മാധ്യമങ്ങളുടെ ഒരു സംരക്ഷണം ഉണ്ട് എന്ന് കരുതിയിട്ട് എന്തും വിളിച്ചു പറയാ. ഇത് നോക്കൂ, എന്തും ഈ വിളിച്ചു പറയാ. വിഷയം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ആരോപണങ്ങളും അക്കമിട്ട് എണ്ണി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന നിലപാടൊന്നുമില്ലല്ലോ. സാരി വലിച്ചു മാറ്റി എന്തൊക്കെയായി പറയുന്നത്? തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? പറഞ്ഞത് കോൺഗ്രസുകാരോ UDFകാരോ അല്ല, കലാരാജുവാണ്. മിനിയാന്ന് ഈ വിഷയം ചർച്ചക്കെടുത്തപ്പോൾ കലാരാജു ഇവിടെ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥിയാണ്. അവരാണ് പറയുന്നത്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. വസീഫ്, അടിപ്പാവാട എന്നൊരു വാക്ക് ഇത് നോക്കൂ. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ എന്ത് സാധുതയാണ് അത്തരമൊരു വാക്കിനോ അത്തരമൊരു വസ്തുവിനോ ഉള്ളത്? ആ സ്ത്രീ വന്നിരുന്ന് പറയുകയാണ്, എന്റെ അടിപ്പാവയുടെ വള്ളി വലിച്ചു പൊട്ടിച്ചു. അങ്ങനെ വലിച്ചു പൊട്ടിച്ചപ്പോ ഞാൻ സാരിയാണ് ഉടുത്തിരിക്കുന്നത്, എനിക്കത് വാരി പിടിച്ചുകൊണ്ട് പോകേണ്ടി വന്നു എന്നുള്ളത്. നോക്കു വസീഫ്, ഇത് എന്തൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ചർച്ച വസീഫ് ചിരി ഗുളികയും കഴിച്ചുകൊണ്ടാണോ വന്നത്? ഇത് ചിരിക്കാൻ കഴിയുന്ന കാര്യമാണോ? വണ്ടിയിൽ കയറുന്നത് നിങ്ങൾ കണ്ടതല്ലേ? അല്ല, ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. നിങ്ങൾ ആ വലിച്ചു കീറണമെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ ഇതൊക്കെ അല്ല, അതാ ഞാൻ പറയുന്നത്. ഇതൊക്കെ ആദ്യത്തെ ദിവസം കോടതിയിൽ പോയി, നമ്മൾ ആദ്യം തന്നെ ഇവർ പോയ ഹോസ്പിറ്റൽ നമുക്കറിയാം. ആ ഹോസ്പിറ്റലിൽ പരിശോധിക്കാൻ സമയത്ത് മൊഴി കൊടുക്കുന്ന സമയത്ത് ഇവർ ബഹളം വെച്ച് അകത്തേക്ക് കയറുക. എന്തിനാ കയറുന്നത്? ഒബ്സർവേഷൻ റൂമിനകത്തേക്ക് ഇവർക്ക് എന്താ കയറേണ്ട ആവശ്യം? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അവിടുന്ന് കൊണ്ടുപോയിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഈ കേരളത്തിലെ ജനങ്ങളെ ആകെ ഇവർ നല്ല വടിവത്ത ഭാഷയിൽ സംസാരിച്ച് അങ്ങ് വിഡ്ഢികളാക്കാം. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പ്രൈം ടൈമിൽ വന്നിരുന്ന അവർ ചർച്ചയിൽ പറഞ്ഞു, അവർക്ക് പോലീസിനെ ബന്ധപ്പെടാനോ അവരുടെ വീട്ടുകാരെ ബന്ധപ്പെടാനോ കഴിയുന്നില്ലായിരുന്നു എന്ന്. 1 മണിക്ക് പോലീസിനെ അറിയിച്ചു. 1 മണിക്ക് എന്താണ് പോലീസിനെ അറിയിച്ചത്? കലാരാജു ഇവിടെ ഉണ്ടെന്നോ? കലാരാജു ഇവിടെ ഉണ്ടെങ്കിൽ കലാരാജുവിന് മക്കളെയോ പോലീസിനെയോ ബന്ധപ്പെടാൻ കഴിയണ്ടേ? മാധ്യമങ്ങൾ മുഴുവൻ വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ? പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്യാൻ കഴിഞ്ഞു ആ സമയത്ത്? ഇതെന്തൊരു കഷ്ടമാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളെല്ലാം കൂടി ഇങ്ങനെ കള്ളം പറയുന്നു. കലാരാജു ഞങ്ങളുടെ കൂടെ ഇവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചർച്ച ചെയ്യാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ചൂടാണ്ട് AC ഒന്നും ഇല്ല. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യം എന്താന്ന്? നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് UDF ഉപരോധം നടത്തുന്നു. അവരൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അവർക്ക് വിയോജിപ്പുള്ള ഘട്ടങ്ങളിൽ വിയോജിക്കാനുള്ള അവകാശം കൂടി കൈക്കൊണ്ടാണ് അവർ രാഷ്ട്രീയ പ്രവർത്തകയാകുന്നത്. ശരി, നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാകണ്. ആവശ്യമായ ഇടപെടൽ നടത്തിയത് അല്ല, അതുകൊണ്ട് പിന്നീട് അവർക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കഴിയില്ലേ? അതുകൊണ്ട് പിന്നീട് അവർക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കഴിയില്ലേ? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ വിയോജിപ്പ് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് തന്നെ വിചാരിക്കാം. നിങ്ങൾക്ക് പറയാലോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇതായിട്ട് പോലെ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. ആ വിയോജിപ്പ് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് തന്നെ വിചാരിക്കുക. അവർ ഇനി അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോഴും അവർക്കെതിരെ നിയമപരമായ നടപടികൾക്കും ജനാധിപത്യപരമായ നടപടികൾക്കും അവിടെ സ്കോപ്പ് ഉണ്ടല്ലോ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതിന് അവരെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും അപമാനിച്ചുമല്ലോ പരിഹാരം കാണേണ്ടത്. കഴിഞ്ഞോ? കഴിഞ്ഞു. സ്ഥലത്തും ഇങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഓരോ തീരുമാനം എടുക്കും. ആ തീരുമാനം ഞങ്ങൾക്ക് എടുക്കാനുള്ള അവകാശമില്ലേ? ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തു, അതിൽ പോകണ്ട. അത് ആദ്യം ഒരു ദിവസം അങ്ങനെ തീരുമാനമെടുത്തൊരു യോഗം വിളിച്ചു. 12-ാം തീയതിയാണെന്നാണ്, ജനുവരി 13-ന്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. LDF പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു.
ഇവരും പങ്കെടുത്തതാന്നേ. അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു പ്രാഥമിക ആലോചന നടത്തി അതിനുശേഷം വീണ്ടും യോഗം ചേർന്നു. ആ യോഗത്തിൽ ഇവർ പങ്കെടുത്തില്ല. ആ യോഗത്തിൽ പങ്കെടുത്തവരുടെ കൂട്ടായ തീരുമാനം ഇവരെ അറിയിക്കേണ്ടതുണ്ട്. അത് അറിയിക്കാൻ വേണ്ടി ഇവരെ നിരന്തരം ബന്ധപ്പെട്ടു. കേൾക്കാൻ നല്ല രസമുണ്ട്. 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഇവരെ കാണുന്നില്ല. ആ കാണാതായതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? അതിലാ നമ്മൾ ഇവരെയൊക്കെ പരിശോധിക്കണം എന്ന് പറയുന്നത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, നമ്മളിപ്പോ രാജ്യത്തെ ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന സംഘപരിവാരത്തിനെതിരെയൊക്കെ വാദോരോധം പ്രസംഗിക്കല്ലോ സതീശനൊക്കെ. പറയണ്ടേ എന്താ ഇവിടെ നടക്കുന്നതെന്ന്? ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. അടുത്ത ദിവസം ഭരണപക്ഷത്തിന് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാം. സ്വന്തം കൗൺസിലറെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവൻ പറയട്ടെ, നീ കേക്ക്. ഇപ്പൊ ഇവന്റെ സമയം. കുറച്ച് കഴിയുമ്പോ നീ കേക്ക്, ഇവൻ പറയട്ടെ, അപ്പൊ നിന്റെ സമയം. നിയമസഭയിൽ ചർച്ചയാകാം. നമുക്ക് ആ ദിവസം സ്വാഭാവികമായി ഇവിടെ സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ച ആ വിഷയം വെക്കാം. വസീഫിനെ ഞാൻ അതിഥിയായി വിളിക്കാം. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം ആര് നോക്കുന്നത്? സൂപ്പർ പ്രൈം ടൈം സൂപ്പർ പ്രൈം ടൈമിലെ അതിഥിയായി ആണ് വസീഫിന്റെ പാർട്ടി ഉത്തരവാദിത്ത ബോധത്തോടെ അയച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ശരി, അല്ല, നിങ്ങൾക്ക് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം? ആ വിഷയം നിങ്ങളാണല്ലോ ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ വിഷയം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നിങ്ങൾക്കുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്, അവിടെയാണ് ഞാൻ വസീഫ് ഞാൻ പറയാൻ വന്നത് അത് കൃത്യമായി വസീഫിന് അറിയാം. അതുകൊണ്ടാണ് ഇടപെടുന്നത്. എന്താടാ ഇത് രാവിലെ ഒന്ന് ഒലിപ്പിച്ചു തുടങ്ങിയോ? വളരെ സന്തോഷവാനും വളരെ ഊർജ്ജസ്വലനും വളരെ ആഹ്ലാദവാനുമാണ്. അതിന്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ നിങ്ങളുടെ ആ പഴയ ഹഹ, അത് കാരണം പറയുന്നത്ര വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. നിയമസഭ അങ്ങേക്ക് ചിരിക്കണം കേട്ടോ. ഈ വിഷയത്തെ പ്രത്യേകിച്ചും ചിരിക്കണം. കേരളത്തിലൊരു സ്ത്രീ അധിക്ഷേപിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ചിരിക്കണം അല്ലെ? സംസാരിക്കാൻ വിട്ടില്ലെങ്കിൽ ചിരിക്കണം. ഓക്കെ, ശരി, അങ്ങനെയും ആവാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വന്നത് ഒരു അവിശ്വാസ പ്രമേയമാണ്. ശരി, ഓക്കെ, ചിരിക്കാം. സ്വാഭാവികമായും ചിരിക്കുന്നത് നല്ല കാര്യമാണ് വസീഫെ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.